കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷക്കാലത്തെ 1-2 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചാനലിലൂടെയും അല്ലാതെയും സമൂഹത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങൾ തൊട്ടടുത്ത ദിവസം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുദ്രാവാക്യമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ല, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാൾ വഴി കണക്ക് എനിക്ക് പറയാൻ സാധിച്ചേക്കില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എങ്ങനെ? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അല്ല, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. കംപ്ലീറ്റ്. കേരളത്തിൽ BJPക്കെതിരായി ഒരാൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വോട്ട് ആർക്കാ ചെയ്യുക? BJPയെ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമായി സ്വീകരിക്കുന്നത്? ഇനി BJP പ്രബലമായിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ നേരിട്ട് അവരുമായി ഏറ്റുമുട്ടുന്നത് ആരാ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലേ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവരുടെ ലക്ഷ്യത്തെ നിങ്ങൾ തെറ്റായി ധരിച്ചോന്ന് എനിക്കറിയില്ല. അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് UDFനെ പിന്തുണയ്ക്കലാണ് എന്ന് അവർ തന്നെ ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ മറിച്ചൊരു വിശ്വാസത്തിൽ നിൽക്കുന്നത് ശരിയായിരിക്കില്ല. എവിടെ? അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട. അല്ല, പറയാം. അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട, തെറ്റായി വ്യാഖ്യാനിക്കണ്ട. അവർക്ക് അവരുടേതായ ചില തന്ത്രങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ പറയും, അതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ പറയണമെന്നൊന്നും കരുതിയിട്ടല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കുറച്ചു കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരന്തരം വിളിക്കുകയാണ്. ഒന്ന് കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്ന് സംസാരിക്കണം, ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അല്ല, ഒരു സൗഹൃദ സംഭാഷണം, ഒന്ന് കാണാനാണ്, പരിചയപ്പെടാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് എന്ത് എന്നല്ലേ ചിന്തിക്കും. എന്നാൽ ജമാഅത്ത് കേന്ദ്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? ഏതെങ്കിലും വിധേന ആളുകളെയൊക്കെ വിളിച്ച് അഭ്യർത്ഥിച്ച് ഒരു സൗഹൃദം, ഒരു കൂടിക്കാഴ്ച, ഒന്ന് കാണണം, വെറുതെ പൊതുകാര്യങ്ങൾ സംസാരിക്കാനാണ്, ഒരു 5 മിനിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ ധാരണയുണ്ടാക്കി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിലപാട് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഒരു ശരിയായ സമീപനമാണോ? അതല്ല. അത്തരത്തിലുള്ള പല സമീപനങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ച സ്നേഹിതനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അങ്ങനെ സംസാരിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്നെനിക്ക് പറയേണ്ടതായി വന്നു. അപ്പോൾ പല നമ്മുടെ നേതാക്കളെയും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയും, ഏതെങ്കിലും ഒരു നേതാവ് ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊരു പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് മുഖം കാണിക്കാൻ, കാണാൻ, സൗഹൃദം പുതുക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന്, ഇഫ്താറിന് ക്ഷണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പിന്നീട് ചർച്ചയാണ് എന്നൊക്കെ പറയുന്നതൊന്നും രാഷ്ട്രീയമായി ഒരു മര്യാദയോ അന്തസ്സുറ്റ നിലപാടോ അല്ല. സാന്ദർഭികമായ ഒരു അവസരം കിട്ടിയോണ്ട് ഞാനിപ്പോൾ പറയുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളൊരു വാചകത്തെ അടർത്തി മാറ്റുകയാണ്. അതിനി മറുപടി പറഞ്ഞിട്ട് അതൊരു പ്രധാന വാർത്തയാക്കാൻ ഞാൻ നിന്ന് വരുന്നേണ്ട. ഓരോ സാഹചര്യത്തിലും ഏത് സംഘടനയെക്കുറിച്ചും ആവശ്യം വേണ്ട നിലപാടും അഭിപ്രായവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭാവിയിലും തുടരും. അവിടെ നിർത്താം. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അതിനെക്കുറിച്ച് കേട്ടു. അതിനെ സംബന്ധിച്ച് സർക്കാർ ജയിപ്പിച്ചു എന്ന് അങ്ങനെ ആരെയും പറയുന്നുണ്ടോ? കോൺഗ്രസ് ചിലപ്പോൾ പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ നിയന്ത്രണം, പോലീസ് മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും നിയന്ത്രണം തത്വത്തിൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇതിനു മുൻപും, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം
ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ നിന്നും വന്ന ഒരു കത്തിൽ BJPയുടെ സീല് വന്നൊരു പ്രശ്നം വന്നല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ. അതിപ്പോൾ കാണാനില്ലല്ലോ, നിങ്ങളാരെയും കാണും. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലൊരു നടപടിക്ക് വിധേയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഊഹിക്കുന്നതാണ്. അപ്പോൾ ഇത് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അതിൽ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെതാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ വ്യാപകമായി ഇപ്പോൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിനോടെല്ലാം വിയോജിപ്പാണുള്ളത്. അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. പക്ഷേ ആ ഭാരം ഈ തലയിലേക്ക് കൊണ്ടുപോക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യം അത് ഇടതുപക്ഷം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്കും ആ തരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഇപ്പോൾ സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. മനോരമയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാം ഇതാണ് സാഹചര്യം. അതിൻ്റെ മറുപടിയാണ് ഇത് പറഞ്ഞത്. എന്നോടാ ചോദ്യം? ഞാൻ പ്രതികരിച്ചത് സംബന്ധിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നടപടിക്ക് വിധേയമായി എന്നാണ് പറഞ്ഞത്. എല്ലാവരും സംസാരിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ്. കേരള പോലീസ് ഇപ്പോൾ ഈ നടപടികളെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണെന്നും നിയമപ്രകാരം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഈ സംവിധാനങ്ങളെയെല്ലാം നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അതല്ലാതെ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അല്ല. ഇപ്പോൾ ഒരു സ്ഥലമാറ്റം നടത്താൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ ഈ മറ്റെന്താ പറയുക, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തർക്കമറ്റ കാര്യങ്ങളിൽ ഒരു സംശയം ഉന്നയിക്കുന്നത് ഉചിതമായ കാര്യമല്ല. കോൺഗ്രസ് പറയും, കോൺഗ്രസ് എന്തു പറയും, അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തിയില്ല. അല്ല, അതിനല്ലേ മറുപടി പറയുന്നത് നമ്മൾ. 60 മുതലുള്ള പരസ്യ ബാന്ധവം. ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നത് എന്താ? രഹസ്യ ബാന്ധവത്തെ കുറിച്ചല്ലേ ആരോപണം. പരസ്യ ബാന്ധവങ്ങൾ ആരോപണമല്ലല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ. അപ്പൊ EMSനെ തോൽപ്പിക്കാൻ കൈകോർത്തവർ, ഒന്നാം കേരള ഡീൽ അതാണ്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ആരാണ് ഈ കള്ള കച്ചവടത്തിന് നേതൃത്വം കൊടുത്തവർ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇല്ലല്ല, അത് ജനങ്ങൾ ശരിയായി മനസ്സിലാക്കും. കാരണം തൃശ്ശൂരിൽ നിന്ന് BJPയുടെ പ്രതിനിധി ചരിത്രത്തിൽ ആദ്യമായി ജയിക്കുമ്പോൾ അതിനൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. 86,000 വോട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ചോർന്നു. 86,000 അല്ല, ലക്ഷത്തിലധികമാണ്. കാരണം മുൻവർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു വോട്ട് വർധന വരുമല്ലോ, പുതിയ വോട്ടർമാരൊക്കെ വരും. അപ്പോൾ 1,00,000 വോട്ട് അങ്ങനെ തന്നെ കച്ചവടം നടത്തി കൈ കൊടുത്തിട്ട് ഞങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. ഞങ്ങൾക്കോ 16,000 വോട്ട് വർദ്ധിക്കുകയാണ്. ന്യായമായി വരേണ്ട വർധനവ് ഞങ്ങൾക്ക് വന്നു. 1,00,000 കോൺഗ്രസ് വോട്ടിന്റെ ബലത്തിൽ ജയിപ്പിച്ചു. എന്നിട്ട് അതിനിപ്പോൾ ഞങ്ങളോട് മറുപടി പറയണം. 1000 കള്ളം 10,000 തവണ ആവർത്തിക്കുക എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കള്ളം കള്ളമായിട്ട് നിലനിൽക്കും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കും. ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുന്നില്ല. ഈ പേജുകളെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ നവമാധ്യമങ്ങളിൽ കുറച്ച് മാത്രം ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ശ്രദ്ധയിലൊക്കെ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് ലഘൂകരിക്കരുത്. നമുക്ക് വേണമെങ്കിൽ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് കളവ് പറഞ്ഞു എന്നുള്ള വാക്കൊക്കെ ഒഴിവാക്കാം. പകരം അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തിയെന്നോ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറയാം. ഈ ഒരു കള്ളം പറഞ്ഞു, പച്ചക്കള്ളൻ, പച്ചക്കള്ളം, നുണയൻ എന്നൊക്കെ പറയുന്നത് ഒരു പാർലമെന്ററി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വിമർശനമുണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ ഒന്ന് നല്ല ഭാഷ, ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്ന ഒരു കാലമാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഗതി കളവല്ലേ പറയുന്നത്, ഓരോ ദിവസവും പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങൾ തന്നെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഓരോ ദിവസവും പറയുന്ന കാര്യം. ഒരു
സങ്കോചവും ഇല്ലാതെയല്ലേ പറയുന്നത്? ഓർത്തു വെക്കാൻ പറ്റുമോ എത്ര എണ്ണാന്ന് പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ, മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റേ അദ്ദേഹം ഇട്ടിട്ടില്ല, പറഞ്ഞില്ലേ? 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞില്ലേ, എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, ഞാൻ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, പറഞ്ഞില്ലേ? അങ്ങനെ എത്ര 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 ഞാനൊന്നും ആവർത്തിച്ചൂടെ പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിലേക്കൊക്കെ പുതുതായി കടന്നു വരുന്ന തലമുറ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞത, രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് രീതി എന്ന് പഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആര്? അത് മറ്റേ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ സ്വഭാവമായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിന് ആധാരമായിട്ടുണ്ടാവുക. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10,000-കണക്കിന് സർക്കാർ സ്കൂളുകൾ ഇന്ത്യയിലാകെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 90,000 എന്നൊക്കെ ഒരു കണക്ക് പറയുന്നത് കേട്ടു. ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഏകദേശം അത്ര ഉണ്ടെന്നാണ് വെയ്പ്പ്. കർണാടകയിൽ 3,500ഓളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നാണ് പറയുന്നത്. കേരളത്തിൽ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം ഒരെണ്ണം അടച്ചുപൂട്ടിയിട്ടില്ല, ഒരൊറ്റ എണ്ണം. അതാണ് സത്യം. പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ എണ്ണം 10 കൊല്ലത്തിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ടില്ല, ആധികാരികമായിട്ട് പറയും.